കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആദ്യത്തെ മനുഷ്യനായിരുന്ന ആദാമിൻ്റെ അടുക്കൽ സാത്താൻ പരീക്ഷിക്കാനായിട്ട് ചെന്നതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, സർപ്പത്തിൻ്റെ രൂപത്തിൽ ചെന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാമ്പിൻ്റെ രൂപത്തിൽ ചെന്നു ആദാമിനെ പരീക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. അപ്പൊ സർപ്പത്തിന്റെ രൂപത്തിലാണ് സാത്താൻ ആദമിന്റെ അടുക്കൽ ചെന്നത്. അപ്പൊ ആദമിന്റെ അടുക്കൽ ചെന്നത് ആദമിനെ കൊണ്ടൊരു അത്ഭുതം പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല, ആദമിനെ ദൈവത്തിന്റെ വചനത്തിൽ വാക്കിൽ സംശയം ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആദമിന്റെ അടുക്കൽ സാത്താൻ ആദ്യം ചെന്നത്. അപ്പൊ സാത്താനാണ് പരീക്ഷകൻ എന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ പല സ്ഥലത്തും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ സാത്താൻ ആദമിനെ പരീക്ഷിക്കുവാനായിട്ട് ചെന്നത്, ദൈവം പറഞ്ഞ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവനെ പരീക്ഷിക്കുവാനായിട്ട് ഇടയായി. അതിൽ ആദാം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ ആദാം പാമ്പ് ഹവ്വയുടെ അടുക്കൽ ചെന്ന് ഹവ്വയുമായിട്ട് സംസാരം നടത്തി. അതിൽ ഹവ്വ പാമ്പിൻ്റെ വാക്ക് കേട്ട് പഴം പറിച്ച് തിന്ന് അത് കൊണ്ടുവന്ന് ആദാമിനും കൊടുത്ത്, അങ്ങനെ അവർ സാത്താനെ ഭൂമിയിലുള്ള സകല ആധിപത്യവും സാത്താൻ അടിയറ വെച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ മേലും സമുദ്രത്തിന്മേലും ആകാശത്തിന്മേലും സകലത്തിന്മേലും വാഴണമെന്ന് മനുഷ്യനോട് പറഞ്ഞു. ആ വാഴാനുള്ള അധികാരം സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി ആദ്യത്തെ മനുഷ്യൻ തന്റെ അധികാരം സാത്താൻ അടിയറ വെച്ചു എന്നുള്ളതാണ്. മർക്കോസിന്റെ, മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ വന്നപ്പോൾ ഈ ലോകത്തെയും കാണിച്ചിട്ട്, ഇതൊക്കെ എൻ്റെ അധീനതയിലാണ്, ഇതിൻ്റെയൊക്കെ അധികാരം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ ഈ ഭൂമി വാഴുവാനായിട്ടുള്ള അധികാരം കൊടുത്ത ദൈവം ആ അധികാരം മനുഷ്യൻ സാത്താന് കൈമാറ്റം ചെയ്തു. ഇപ്പോൾ ഈ അധികാരം മുഴുവൻ സാത്താന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുപോലെ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സാത്താൻ. അപ്പൊ ഈ ലോകം ഭരിക്കുന്നത് സാത്താൻ. അപ്പോൾ സാത്താൻ ഈ പാമ്പിന്റെ രൂപത്തിൽ ഹവ്വയുടെ അടുക്കൽ ചെന്ന് അവരെ തെറ്റിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒന്നാം മനുഷ്യനായ ആദാം ദൈവത്താൽ തൻ്റെ രൂപസാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുകയും ആ പരീക്ഷയിൽ ആ മനുഷ്യൻ തോറ്റുപോവുകയും ചെയ്തു. എന്നാൽ രണ്ടാം മനുഷ്യനായ യേശുക്രിസ്തുവിനെ രണ്ടാം മനുഷ്യൻ എന്നാണ് പറയുന്നത്. അതായത് പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ രണ്ടാം മനുഷ്യനായ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുവാനായിട്ട് സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവൻ സ്നാനമേറ്റ് കയറിയതിന് ശേഷം ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെയും പരീക്ഷിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ആദ്യത്തെ മനുഷ്യനെ പരീക്ഷിക്കുവാൻ സാത്താൻ ഒരു രൂപം ധരിച്ചാണ് വന്നത്. ആ രൂപം സർപ്പത്തിന്റെ രൂപം അഥവാ പാമ്പിന്റെ രൂപമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ യേശുവിനെ പരീക്ഷിക്കാൻ വന്നത് എന്തു രൂപത്തിലാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നത് ഏത് രൂപത്തിലാണെന്ന് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേദപണ്ഡിതനോട് ചോദിച്ചു. അവിടെ ദേവദാസ, ഈ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സാത്താൻ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത്, ഏത് വേഷത്തിലാണ് വന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു, അത് പ്രത്യേക വേഷത്തിലൊന്നും അല്ല വന്നത്, അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിലൊന്നും അല്ല വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ ചെന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചുമ്മാ ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചത്.
യേശുവിനെ സാത്താൻ പരീക്ഷിച്ചത് ഏത് വേഷത്തിൽ ചെന്നാണ്, അല്ലെങ്കിൽ ഏത് രൂപമെടുത്തി എന്നാണ് പരീക്ഷിച്ചത് എന്നാണ് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ ഈ സാത്താൻ ആവസിച്ചതും സാത്താൻ പ്രവർത്തിച്ചതും സാത്താൻ ഇടപെട്ടതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സാത്താൻ ഇടപെടുന്നത് ഒരു രൂപം ധരിച്ച് ചെന്നിട്ടല്ല എന്നെനിക്ക് മനസ്സിലായി. അതിന് അനേക തെളിവുകളിൽ വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ സാത്താൻ ഒരു രൂപം എടുത്തല്ല പരീക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു 2-3 ഉദാഹരണങ്ങളായിട്ട് പറയാം. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് യൂദ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും യഹൂദരുടെയും ഒക്കെ കയ്യിൽ നിന്ന് 30 വെള്ളിക്കാശ് വാങ്ങിച്ചു. അപ്പോ അതിനെക്കുറിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ പെസഹായ്ക്ക് ആചരിക്കാനായിട്ടിരുന്ന സമയത്ത് യേശുക്രിസ്തുവും യൂദയോട് പറയുവാണ്, ശിഷ്യന്മാരോട് എല്ലാവരോടായിട്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനാണോ എന്നിങ്ങനെ ഓരോരുത്തർ മാറി വരച്ച് ചോദിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആർക്കാണോ അപ്പം കഷ്ണം മുറിച്ചു കൊടുക്കുന്നത് അവനാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം മുറിച്ചു കൊടുത്ത് യൂദ അപ്പം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വായിക്കുന്ന യോഹന്നാൻ 13-27 നമ്മളിങ്ങനെ വായിക്കുകയാണ്, കഷണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കിടന്നു. യേശു അവനോട് നീ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സാത്താൻ അവനിൽ കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാത്താൻ ഒരു പ്രത്യേക രൂപം ധരിച്ച് വരികയല്ല ചെയ്തത്, സാത്താൻ അവനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത്. സാത്താൻ ആത്മാവാണ്, അല്ലെങ്കിൽ എന്നാ പറയണേ, രൂപമില്ലാത്തതാണ് സാത്താൻ. അപ്പോൾ രൂപമില്ലാത്തത് കൊണ്ട് ആ സാത്താൻ യൂദായിൽ കടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനന്യാസും സഫീരയും കൂടി വസ്തു വിറ്റ് അതിൽ കുറേ ഭാഗം എടുത്തു വെച്ചു, കുറച്ചൊക്കെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു കള്ളത്തരം കാണിച്ചു, വ്യാജം പ്രവർത്തിച്ചു. അപ്പോൾ അന്നേരം പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് ചോദിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 5-3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിക്കുന്നത്, അന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അപ്പൊ സാത്താൻ അവിടെ രൂപം ധരിച്ചൊന്നും വന്ന അനന്യാസിനെ കൈവശമാക്കുകയല്ല ചെയ്തത്. സാത്താൻ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഹൃദയത്തെ കൈവശമാക്കി എന്നുള്ളതാണ്. ഹൃദയം വശീകരിച്ചു എന്നുള്ളതാണ്. ഹൃദയം വശീകരിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പത്രോസ് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ക്രൂശിക്കപ്പെടുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അരുത് കർത്താവേ, നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞു. ഉടനെ യേശുക്രിസ്തു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് സാത്താനായിരുന്നു എന്നല്ല, സാത്താൻ പത്രോസിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം എന്താണോ അത് പത്രോസ് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, സാത്താൻ വരുന്നത് ആദമിൻ്റെ അടുക്കൽ വന്നതുപോലെ ഒരു രൂപം ധരിച്ചൊന്നുമല്ല പറഞ്ഞു. ഒരു വികൃത രൂപിയായിട്ടോ ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച് ചെവിയൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു കറുത്ത ഒരു രൂപമായിട്ടൊന്നും അല്ല സാത്താൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, സാത്താൻ വരുന്നത്, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സാത്താൻ വന്ന് പരീക്ഷിച്ചത് ഒരു പ്രത്യേക രൂപം ധരിച്ചൊന്നുമല്ല, ഒരു രൂപം എടുത്തൊന്നുമല്ല വന്നത്. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാനുള്ള കാരണം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ എന്താണ് പരീക്ഷിക്കാൻ കാരണം എന്നറിയാമോ? യേശുക്രിസ്തു ഈ ദൈവം അയച്ച ഏതൊരു വ്യക്തിയും ദൈവം അയച്ചതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ദൈവം അയച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട്, അടയാളമായിട്ട് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം യോഹന്നാൻ അതിന് അടയാളങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. മാർക്കോസും അതിനെ അടയാളങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ദൈവം അയച്ചതാണെന്ന് തെളിയത്തക്കവണ്ണം അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ അത്ഭുതത്തെ അടയാളം എന്നാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത് കൊണ്ട്
യേശുക്രിസ്തുവിനെ ദൈവം അയച്ചതെന്ന് ജനത്തിന് ബോധ്യം വരത്തക്കവണ്ണം യേശുക്രിസ്തു അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടവനാണെന്ന് യേശുക്രിസ്തുവിന് മുൻകൂട്ടി തന്നെ അറിയാം. അപ്പോൾ ആ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടത് എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്തയാണ് സാത്താൻ പരീക്ഷയ്ക്ക് വിധേയമാക്കിയത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചിന്തയിലൂടെയാണ് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നവനാണ്. ജനം അവനെ സ്വീകരിക്കണമെങ്കിൽ അവൻ ദൈവദത്തമായ അടയാളം കാണിക്കണം, അത്ഭുതങ്ങൾ കാണിക്കണം. അപ്പം ആ അത്ഭുതം കാണിക്കുന്നത് ആദ്യം അത്ഭുതം കാണിച്ചുകൊണ്ടാണോ തുടങ്ങേണ്ടത്, അതോ ഉപദേശം തുടങ്ങി അല്ലെങ്കിൽ പ്രസംഗം തുടങ്ങിയതിന് ശേഷം ഒരാവശ്യഘട്ടത്തിൽ മാത്രമാണോ അടയാളം കാണിക്കേണ്ടത് എന്നുള്ള ചിന്ത യേശുക്രിസ്തുവിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആദ്യം തന്നെ ഈ സാത്താൻ വന്ന യേശുക്രിസ്തുവിൻ്റെ ചിന്തയിൽ പറഞ്ഞത് എങ്ങനെയാണ്, നീ ദൈവപുത്രനാണല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നീ ഈ കല്ലിനോട് അപ്പമാവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആ ചിന്ത സാത്താൻ കൊണ്ടിടുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് യേശുക്രിസ്തുവിന് അറിയാം. അപ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സന്ദർഭം മുമ്പിൽ വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചു. ആ 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പോൾ വിശന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് യേശുക്രിസ്തു. അപ്പോൾ ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നായിരിക്കും യേശുക്രിസ്തു ചിന്തിച്ചത്. അപ്പോഴാണ് ആ ചിന്തയാണ് സാത്താൻ പരീക്ഷയായിട്ട് വിനിയോഗിച്ചത്. അപ്പോൾ സാത്താൻ പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാവാൻ പറ. അപ്പോൾ യേശുക്രിസ്തു ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കും എന്ന് പറഞ്ഞു. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്ന് പറയുന്നത്, ഉയർന്ന ഒരു മലയിലേക്ക് യേശുക്രിസ്തു കടന്നുപോയി. യേശുക്രിസ്തു കടന്നുപോയി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ആ ആത്മാവ് നയിച്ചു എന്നുള്ളതാണ്. എന്തിന്? യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുവാനായിട്ട് നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുക്രിസ്തുവിനെ മലയിലേക്കും നയിച്ചത്. അപ്പോൾ മലയിലും യേശുക്രിസ്തു പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ലോകത്തിൻ്റെ സകല മഹത്വവും കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചിന്ത യേശുക്രിസ്തു എന്ത് ചെയ്യുന്നറിയോ, വചനം കൊണ്ട് അതിനെ സാത്താനെ ആട്ടിപ്പായിച്ചു. സാത്താനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷയ്ക്കും ആത്മാവ് നയിച്ച് ദേവാലയത്തിൻ്റെ അഗ്രഹത്തിന്മേൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും, അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. ഉടനെ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനുള്ള ഒരു ചിന്ത യേശുക്രിസ്തുവിനെ മനസ്സിൽ ഹൃദയത്തിൽ സാത്താൻ കൊണ്ടും നിക്ഷേപിക്കുകയും ആ ചിന്തയെ യേശുക്രിസ്തു ദൈവവചനം കൊണ്ട് മറികടന്നുകൊണ്ട് വിജയം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലൂക്കോസും മാർക്കോസും മത്തായി അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, 40 ദിവസം സാത്താൻ മരുഭൂമിയിൽ യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മത്തായി പറയുന്നത് 40 ദിവസം കഴിഞ്ഞ് ഉപവസിച്ച ശേഷം അവന് വിശന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മത്തായി പറയുന്നത് എങ്ങനെയാണ്, അപ്പോൾ പരീക്ഷകനോട് സാത്താനെ എന്നെ വിട്ടു പോകുന്നു പറഞ്ഞപ്പോൾ സാത്താൻ യേശുവിനെ വിട്ടുപോയി, ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ്. അപ്പോൾ യേശുവിനെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ സാത്താൻ്റെ ആത്മാവ് ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ പത്രോസിലൂടെ സംസാരിച്ചതുപോലെ യേശുക്രിസ്തുവിലൂടെ സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്നെ വിട്ടുപോകുന്നു പറഞ്ഞത്. പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞ പോലെ യേശുക്രിസ്തുവിലൂടെ സംസാരിച്ച സാത്താനോടും യേശുക്രിസ്തു എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് മത്തായി പറയുന്നത്. അതേസമയം ലൂക്കോസും മർക്കോസും പറയുന്നത് 40 ദിവസവും യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ്.
പിശാച് 40 ദിവസവും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു രൂപം ധരിച്ച് ആദമിൻ്റെ അടുക്കൽ ചെന്നതുപോലെ തന്നെ ഒരു സർപ്പത്തിൻ്റെ രൂപമെടുത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മനുഷ്യരൂപമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപം ധരിച്ചല്ല യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നത്, മറിച്ച് മറ്റെല്ലാവരെയും വശീകരിച്ചതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് ചിന്തകൾ കൊണ്ടിട്ടാണ് പരീക്ഷിച്ചത്. പത്രോസിനെയും യൂദയെയും അതുപോലെ തന്നെ അനന്യാസിനെയും എല്ലാം അവരുടെ ഹൃദയം കൈവശമാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ പിശാച് അവരെ എങ്ങനെ വിനിയോഗിച്ചുവോ അതുപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെയും വിനിയോഗിച്ചത് എന്നുള്ളതാണ്. അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രത്യേക രൂപം എടുത്തുകൊണ്ട് സാത്താൻ ചെല്ലുകയായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക രൂപം എടുത്ത് ചെന്നിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ അത് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. യേശുക്രിസ്തു ഫസ്റ്റിലെ തന്നെ സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പം നമുക്കറിയാം, ഗദരദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദുരാത്മാവ് ഓടി വന്നപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ ശാസിച്ചു വിട്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് ദുരാത്മാവ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു വിട്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൽ സാത്താൻ യേശുക്രിസ്തുവിൻ്റെ മനസ്സിനെ കൈവശമാക്കി, ഹൃദയം കൈവശമാക്കി, യേശുക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ആ കഴിവ് ആരംഭത്തിൽ തന്നെ വിനിയോഗിച്ചുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കട്ടെ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സാത്താൻ യേശുവിൻ്റെ മനസ്സിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ആ പരീക്ഷ കൊടുത്തത്. ആദാമിൻ്റെ അടുക്കൽ പിശാചി എന്നത് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നും പറഞ്ഞുകൊണ്ടല്ല, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പിശാചി ചെല്ലുന്നത് നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവപുത്രനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അടയാളങ്ങൾ കാണണം എന്നുള്ളത് ദൈവഹിതമാണ്. കാരണം ദൈവം അയച്ച ഒരു മനുഷ്യൻ ദൈവം അയച്ചവനാണെന്ന് ജനത്തിന് വെളിപ്പെടുത്തുവാൻ അവനൊരു അത്ഭുതം പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെയെല്ലാം അടയാളങ്ങളിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. മർക്കോസ് ഏറ്റവും അവസാനത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അങ്ങനെ അപ്പോസ്തലന്മാരാൽ നടന്ന ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുവാനും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരാണെന്ന് തെളിയിക്കുവാനും വേണ്ടിയിട്ടാണ് അടയാളങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് 2 കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങളായ പൂർണ്ണ സഹിഷ്ണുതയും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും എന്നിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവദത്തമായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അടയാളമാണ് അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവിനെ ദുർവിനിയോഗം ചെയ്യുവാൻ വേണ്ടി സാത്താൻ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത കൊണ്ടിട്ടു. ആ ചിന്തയാണ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ ഉപയോഗിച്ച മാർഗം. അല്ലാതെ പാമ്പിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ അല്ല യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സാത്താൻ ചെന്നത്. സാത്താൻ ചിന്ത കൊണ്ടുവന്ന് യേശുവിൻ്റെ മനസ്സിലിടുകയും ഹൃദയത്തിലിടുകയും ഹൃദയം കൈവശമാക്കിക്കൊണ്ട് 3 വട്ടം ആ 3 വട്ടവും പരീക്ഷിക്കപ്പെടുവാനായിട്ട് ആത്മാവ് തന്നെയാണ് യേശുവിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയതും മലയുടെ മണ്ടയിലേക്ക് കൊണ്ടുപോയതും. കാരണം ലൂക്കോസ് എഴുതിയിരിക്കുന്നതാണ്, യേശുവിനെ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ആത്മാവ് നടത്തിയെന്നാണ്. അപ്പോൾ മലയിലേക്ക് കൊണ്ടുപോയതും പള്ളിയുടെ അഗ്രത്തിന്മേലേക്ക് കൊണ്ടുപോയതും അതുപോലെ തന്നെ വിശന്നപ്പോൾ അപ്പമായി കല്ലിനോട് കൽപ്പിക്കാൻ പറഞ്ഞവൻ, ഇതെല്ലാം ആ സാഹചര്യങ്ങളിലേക്കെല്ലാം നടത്തിയത് ആത്മാവാണ്. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെട്ടു. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ സാത്താൻ അത്ഭുതം പ്രവർത്തിക്കാനുള്ള, ദൈവഹിതത്തിന് വിരുദ്ധമായി ഒരത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു ചിന്ത യേശുവിൻ്റെ മനസ്സിലിട്ടു. ആ ചിന്തയെ യേശുക്രിസ്തു ദൈവവചനം കൊണ്ട് എതിർത്ത് ജയിച്ചു. അങ്ങനെ 1-ാമത്തെ മനുഷ്യൻ പരാജയപ്പെട്ടു പോയപ്പോൾ 2-ാമത്തെ മനുഷ്യനായ യേശുക്രിസ്തു സാത്താൻ്റെ പരീക്ഷയിൽ നിന്ന് വിജയം പ്രാപിച്ചു. അതുകൊണ്ട് അവൻ സാത്താനെയും ലോകത്തെയും ജഡത്തെയും തോൽപ്പിച്ച് സകലത്തിന്മേലും ജയം പ്രാപിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.